യൂസുഫ് നബിയുടെ ചരിത്രം. പ്രവാചകൻ യാക്കൂബ് അഥവാ ഇസ്രായേൽ, അദ്ദേഹത്തിൻ്റെ മകനാണ് യൂസുഫ്. ഈ യൂസുഫ് നബിക്ക് 4 ഭാര്യമാരുണ്ടായിരുന്നു, 12 മക്കളും. അതിൽ റൂബേൻ, ഷിമയോൻ, ലേവി, ഇസ്ലാക്കാർ, സെബുലൂൻ, ബെന്യാമീൻ, യൂസുഫ്, ദാൻ, നഫ്താലി, ഗാദ്, ആശേർ, ഇങ്ങനെ 12 മക്കളാണ് ഈ യാക്കൂബിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു മകനാണ് യൂസുഫ്. ഈ യൂസുഫിനെയും അതേപോലെ അദ്ദേഹത്തിൻ്റെ അനുജൻ ബെന്യാമീനെയും പ്രസവിച്ച ഉടനെ തന്നെ അവരുടെ മാതാവ് മരണപ്പെട്ടു. അതിനാൽ ഈ യാക്കൂബ് എന്ന ആ പ്രവാചകന് തൻ്റെ മക്കളോട് വലിയ വാത്സല്യമായിരുന്നു. മാതാവില്ലാതെ അവരെ വളർത്തുക എന്നുള്ള ഒരു പ്രയാസവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ വളരെ വാത്സല്യത്തോടെ, സൂക്ഷ്മതയോടെയാണ് ഈ 2 മക്കളെയും അദ്ദേഹം വളർത്തിയത്. ഇത് മറ്റു മക്കളിൽ കടുത്ത അസൂയയും പകയും ഉണ്ടാക്കി. അങ്ങനെ ഈ മറ്റു സഹോദരന്മാർ 10 പേരും കൂടി ചേർന്ന് കൂടിയാലോചിക്കുകയാണ്, ഈ യൂസുഫിനെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഓടിക്കണം. കാരണം നമ്മുടെ പിതാവ് അവനോട് വല്ലാതെ സ്നേഹം കാണിക്കുന്നു. നമ്മോടൊന്നും കാണിക്കാത്ത രീതിയിലുള്ള സ്നേഹമാണ് യൂസുഫിനോട് വെച്ച് പുലർത്തുന്നത്. അങ്ങനെ അവർ കൂടിയാലോചിച്ചപ്പോൾ അതിലൊരാൾ പറഞ്ഞു, നിങ്ങൾ യൂസുഫിനെ കൊല്ലരുത്. നിങ്ങൾക്ക് എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവനെ വല്ല പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി എറിയുക. പല യാത്രാസംഘവും അവനെ കണ്ടെടുത്ത് കൊണ്ടുപോയിക്കോളും. അങ്ങനെ ഈ 10 മക്കളും ചേർന്ന് പിതാവായ യാക്കൂബിനോട് പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, അങ്ങക്ക് എന്ത് പറ്റി? യൂസുഫിൻ്റെ കാര്യത്തിൽ അങ്ങ് ഞങ്ങളെ എന്താണ് വിശ്വസിക്കാത്തത്? തീർച്ചയായും ഞങ്ങൾ അവൻ്റെ സഹോദരന്മാരില്ലേ, ഗുണകാംക്ഷികളാണ്. നാളെ അവനെ ഞങ്ങളുടെ കൂടെ അയക്കുക. അവൻ ഞങ്ങളുടെ കൂടെ കളിച്ച് രസിക്കട്ടെ. ഞങ്ങളവനെ തീർച്ചയായിട്ടും രക്ഷിച്ചോളാം. പക്ഷേ പിതാവായ യാക്കൂബിന് ഈ യൂസുഫിനെ മറ്റ് സഹോദരങ്ങളുടെ കൂടെ അയക്കാൻ അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം അവരുടെ അശ്രദ്ധ നിമിത്തം ഈ യൂസുഫിന് എന്തെങ്കിലും പറ്റുമോ എന്ന് ഒരു ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അവരോട് പറയുകയാണ്, നിങ്ങളവനെ കൊണ്ടുപോകുന്നത് എന്നെ വളരെയധികം വിഷമിപ്പിക്കും.